ദേശീയ ബാലികാ ദിനം. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ജീവിക്കാനും മെച്ചപ്പെട്ട ജീവിതം കണ്ടെത്താനും തുല്യ അവകാശമാണുള്ളത്. പക്ഷേ ഗർഭപാത്രത്തില് ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ ലിംഗവിവേചനം എന്ന മഹാവിപത്ത് അവരെ പിടികൂടുന്നു. ഇത് ഏറ്റവുമധികം ബാധിക്കുന്നത് പെൺകുട്ടികളെയാണ്. ഭ്രൂണം പെണ്ണായാണ് വളരാന് പോകുന്നതെന്നറിഞ്ഞാല് ചിലര് ജനിക്കാതെ പോകാം. പെൺകുട്ടിയായി ജനിച്ചുപോയാല് നല്ലൊരു ബാല്യമില്ലാതെ അവർക്ക് വളരേണ്ടിവരും. മെച്ചപ്പെട്ട ജീവിതം കണ്ടെത്താനുള്ള അവസരങ്ങൾ ഇല്ലാതായെന്നും വരും. അവളുടെ ശബ്ദം കേൾക്കാതെയും അവകാശങ്ങള് ഹനിക്കപ്പെട്ടും വളരാന് ആ കുട്ടി നിർബന്ധിതയാവും. പതിയെ ഇതായിരിക്കാം ജീവിതമെന്നും വിധിയെന്നും കരുതി അവര് നിശബ്ദതയിലേക്ക് പിൻവാങ്ങും. ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കാന് കഴിവുള്ള ഒരു പ്രതിഭയായിരിക്കും ചിലപ്പോൾ അവള്. ഇത് മനസ്സിലാക്കിയാണ് പെൺകുട്ടികളെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നേരിടാനും മെച്ചപ്പെട്ടതും അന്തസ്സുള്ളതുമായ ജീവിതം കയ്യെത്തിപ്പിടിക്കാൻ സഹായിക്കാനും ശാക്തീകരിക്കാനുമായി അവർക്കായി ഒരു ദിനം മാറ്റിവെക്കാന് രാജ്യം തീരുമാനിക്കുന്നത്. എല്ലാ വർഷവും ജനുവരി 24-നാണ് രാജ്യം പെൺകുട്ടികളുടെ ദിനമായി ആചരിക്കുന്നത്. 1966 ജനുവരി 24-നാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി ചുമതലയേൽക്കുന്നത്. 2008 മുതൽ ഈ ദിനം രാജ്യത്ത് പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ബാലികാ ദിനമായി ആചരിച്ചു വരികയാണ്. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരെ നേരിടുന്ന ലിംഗവിവേചനങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്നിവയെല്ലാം ബാലികാ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. എല്ലാ പെൺകുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കുക എന്ന ഉദ്ദേശ്യവും ഇതിനു പിന്നിലുണ്ട്. ലിംഗ അസമത്വം ചെറുപ്രായത്തിലെ ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന അവകാശങ്ങളിലൊന്നാണ് ലിംഗസമത്വം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹനിക്കപ്പെടുന്നതും ഇതേ അവകാശം തന്നെ. കുട്ടിക്കാലം മുതൽ തന്നെ ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്നതിന്റെ പേരിലുള്ള അസമത്വം ആരംഭിക്കും. കുട്ടി വളരുന്നതിനനുസരിച്ച് അസമത്വം കൂടുകയും കൂടുതൽ പ്രകടമാവുകയും ചെയ്യും. ശാസ്ത്രവും സാങ്കേതികതയും വളരെയേറെ പുരോഗമിച്ചിട്ടും ഒരു വ്യക്തിയെ സ്ത്രീയാണോ പുരുഷനാണോ ഭിന്നലിംഗമാണോ എന്ന തരത്തിലാണ് ആളുകൾ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്. ഒരു കുട്ടിയുണ്ടായെന്ന് കേട്ടാല് ഇപ്പോഴും ആളുകൾക്ക് അത് ആണാണോ പെണ്ണാണോ എന്നറിയാനാണ് ആകാംക്ഷ. ആരോഗ്യമുള്ള കുഞ്ഞ് ജനിച്ചു എന്നതിനേക്കാള് മാതാപിതാക്കള് ആൺകുഞ്ഞ് ജനിച്ചു പെൺകുഞ്ഞ് ജനിച്ചു എന്നു പറഞ്ഞാണ് സന്തോഷം പങ്കിടുന്നത്. സമൂഹമാധ്യമങ്ങളിൽ വരുന്ന ബ്ലെസ്ഡ് വിത്ത് ബേബി ബോയ് ഓർ ബേബി ഗേൾ പോസ്റ്റുകൾ ഇതിനുദാഹരണമാണ്. ലിംഗസമത്വത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുകയും അവബോധമുണ്ടാകുകയും ചെയ്യുമ്പോഴും എപ്പോഴൊക്കെയോ അറിയാതെ ഉള്ളിൽ കൂടിയ ആണ് പെണ്ണ് എന്ന വേർപിരിയല് ഇന്നും നമ്മെ വിട്ടുപോയിട്ടില്ല. അഥവാ ആ പ്രശ്നത്തെ ഏറ്റവും മുന്നിൽ നിർത്താനുള്ള നമ്മുടെ ത്വരയ്ക്ക് അവസാനമായിട്ടില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പെൺകുട്ടികളെ മുഖ്യധാരയിൽ കൊണ്ടുവരാന് വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്നുണ്ടെങ്കിലും അവ എത്രത്തോളം ഫലത്തിലായെന്നത് കണ്ടറിയണം. ആൺകുട്ടിയെ കുടുംബത്തിന്റെ സ്വത്തായും പെൺകുട്ടിയെ ഭാരമായും കാണുന്ന സാമൂഹികാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആൺകുട്ടികളെ മുതിരുമ്പോഴേക്കും നേടിയെടുക്കുന്ന സാമൂഹിക സാമ്പത്തിക പുരോഗതി പലപ്പോഴും പെൺകുട്ടികൾക്ക് തീണ്ടാപ്പാടതലമാണ്. ഈ ദൂരം ഇല്ലാതാക്കുകയെന്നതും ബാലികാ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഈ മുന്നേറ്റങ്ങൾക്ക് തടയിടുന്ന ഒന്നാണ് ശൈശവ വിവാഹം. 1.5 ദശലക്ഷം പെൺകുട്ടികളാണ് 18 വയസ്സിനു മുന്നേ വിവാഹിതരാകുന്നത്. കൗമാരക്കാരായ പെൺകുട്ടികളിൽ 16% ഇപ്പോഴേ വിവാഹിതരാണ്. പെൺകുട്ടികളെ വീട്ടുജോലികള് ചെയ്യാന് നിർബന്ധിക്കുന്നതും മറ്റും ചെറുപ്രായത്തിലെ സ്കൂളുകളിൽ നിന്നുള്ള അവരുടെ കൊഴിഞ്ഞുപോക്കിലേക്കെത്തിക്കും. കണക്കുകൾ പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന ലിംഗവിവേചനം ഇല്ലായ്മ ചെയ്യാനായി രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച നാളെ മുതൽ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 1951 സെൻസസ് അനുസരിച്ച് 8.9% സ്ത്രീ സാക്ഷരതാ നിരക്കെങ്കിൽ നിലവിലത് 65.8%. പെൺകുട്ടികളെ പ്രൈമറി തലത്തിൽ ചേർക്കുന്നതിലും വലിയ മാറ്റമാണ് ഇക്കാലയളവിൽ സംഭവിച്ചത്. 1951 പ്രൈമറി സ്കൂളിൽ ചേരുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം 100:42 ആയിരുന്നെങ്കിൽ ഇന്നത് അനുപാതം 100:102 ആണ്. അപ്പർ പ്രൈമറി വരെയെത്തുന്ന ആൺപെൺകുട്ടികളുടെ അനുപാതം 100:101 ആണ്. ലോക ഇക്കണോമിക്സ് ഫോറത്തിന്റെ 2022 ജെൻഡർ ഗ്യാപ് സൂചിക അനുസരിച്ച് കുട്ടികളെ പ്രൈമറി ക്ലാസുകളിലെത്തിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ 1-ാം സ്ഥാനത്താണ്. വർഷങ്ങളുടെ പരിശ്രമം കൊണ്ടാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത്. എന്നാൽ ഈ ശ്രമങ്ങൾ മാത്രം മതിയോ ലിംഗസമത്വം കൊണ്ടുവരാന് എന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. പെൺകുട്ടികളോടുള്ള കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും മനോഭാവത്തിന് മാറ്റം വരുത്താന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സമീപകാല കണക്കുകൾ അത്ര നല്ല ശുഭസൂചനയല്ല തരുന്നത്. ആണ് പെണ്ണ് എന്ന വേർതിരിവ് ഇല്ലാതാക്കാന് പതിറ്റാണ്ടുകളായി സർക്കാരുകളും മറ്റും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പെൺഭ്രൂൺഹത്യ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇപ്പോഴും ദിനംപ്രതി 2000-ഓളം ഭ്രൂൺഹത്യകൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. വർഷങ്ങളായി ഇത് കുറച്ചു കൊണ്ടുവരാന് ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലവത്താക്കുന്നുവെന്നതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യത്തെ മുതിർന്നവരിൽ സ്ത്രീപുരുഷ അനുപാതം 1000:1020 ആണെങ്കിൽ 6 വയസ്സുവരെയുള്ളവരില് അത് ആൺകുട്ടി പെൺകുട്ടി അനുപാതം 1000:929 ആണ്. കേരളത്തിലാണെങ്കിൽ സ്ത്രീപുരുഷ അനുപാതം 1084:1000 ആൺകുട്ടി പെൺകുട്ടി അനുപാതം 1000:974 എന്ന നിലയിലാണ്. അതായത് അടുത്ത കാലത്തായി ആൺകുട്ടികളെക്കാള് കുറവ് പെൺകുട്ടികളെ ജനിക്കുന്നുള്ളൂ. ഇവരുടെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് പെൺകുട്ടികളുടെ സാക്ഷരതാ നിരക്ക് 77%,
ആൺകുട്ടികളുടേത് 82%. രാജ്യത്തെ മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്ക് 79%. 14 വയസ്സുവരെ വിദ്യാഭ്യാസം നിർബന്ധിതമായിരിക്കുമ്പോഴും രാജ്യത്ത് 39.4% പെൺകുട്ടികള് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നില്ല. രാജ്യത്ത് 57% പെൺകുട്ടികളാണ് 11ാം ക്ലാസ്സിലെത്തുന്നതിന് മുമ്പ് വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നത്. ഭ്രൂണ ഹത്യകളെ ഇല്ലാതാക്കിയാലോ എല്ലാ പെൺകുട്ടികളെയും സ്കൂളുകളിൽ എത്തിച്ചാലോ ദിനാചരണങ്ങൾ നടത്തിയാലോ ഇല്ലാതാകുന്നതല്ല രാജ്യത്തെ പെൺകുട്ടികളോടുള്ള വിവേചനം. സമൂഹത്തിന്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ചില ബോധ്യങ്ങൾ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാന് പറ്റില്ല. ബാലികാ ദിനാചരണത്തിന്റെ ഒരു ലക്ഷ്യം ഈ അസമത്വങ്ങൾ ഇല്ലാതാക്കുകയാണ്. എന്നാൽ പെൺകുട്ടികളെ മാത്രം ശാക്തീകരിച്ചാൽ ലിംഗസമത്വം ലഭിക്കില്ലെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. പെൺകുട്ടികളുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യം വെച്ച് ദിനാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും മറ്റും കാഴ്ചക്കാരായി മാറി നിൽക്കുക മാത്രമാണ് ആൺകുട്ടികള്. പെൺകുട്ടികൾക്ക് മാത്രം എന്തോ പ്രത്യേക പരിഗണന എല്ലാവരും കൊടുക്കുന്നുവെന്ന ചിന്തയായിരിക്കും ഇവർക്ക്. ഭാവിയെ വാർത്തെടുക്കുന്നത് ആണും പെണ്ണും ഭിന്നലിംഗക്കാരും എല്ലാം ചേരുന്ന സമൂഹമാണ്. അപ്പോൾ ഒരു കൂട്ടരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയില്ല. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് അവരെ സ്വയം പര്യാപ്തരാക്കുകയും രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഉയർത്തിക്കൊണ്ടുവരാന് സഹായിക്കുകയും ചെയ്യുമെന്ന് ആൺകുട്ടികൾക്ക് അവബോധമുണ്ടാകണം. നിറത്തിന്റെയോ ലിംഗത്തിന്റെയോ സാമ്പത്തിക അവസ്ഥയുടെയോ പേരിൽ ആരും വേർതിരിക്കപ്പെടുന്നില്ല എന്നും എല്ലാവരും തുല്യരാണെന്ന മനോഭാവം പ്രൈമറി സ്കൂളുകളിൽ നിന്ന് തുടങ്ങണമെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും മറ്റും പറയുന്നു. വേർതിരിക്കല് സ്കൂള് മുതല്. കുട്ടികള് ദിവസം ഏറ്റവുമധികം സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലായിരിക്കും. കേരളത്തിലെ 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തില് അലക്കുകയും മുറ്റമടിക്കുകയും ചെയ്യുന്ന അച്ഛനെയും ജോലിക്ക് പോകുന്ന അമ്മയെയും മറ്റും കാണിക്കുന്നുണ്ട്. വീട്ടുജോലികൾ അമ്മമാരെ മാത്രം ചെയ്യേണ്ടതല്ലെന്നും അച്ഛനമ്മമാരെ ചെയ്യുന്ന തുല്യമായി പങ്കിട്ട് ചെയ്യേണ്ടതാണെന്നും സ്ത്രീക്കും പുരുഷനും ജോലി ആവശ്യമാണെന്നും കുട്ടികളെ ചെറുപ്പത്തിലെ മനസ്സിലാക്കിക്കൊടുക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തില് ലിംഗവിവേചനമില്ലാതാക്കാൻ നിരവധി കാര്യങ്ങൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. പ്രത്യക്ഷത്തില് ഇത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു തരത്തില് അധ്യാപകരടക്കമുള്ള മുതിർന്നവരുടെ ഭാഗത്തു നിന്ന് ലിംഗ അസമത്വം കുട്ടികളിലെത്തുന്നുണ്ടെന്നതാണ് സത്യം. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് ലിംഗവ്യത്യാസമില്ലാതെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. ലിംഗസമത്വത്തെപ്പറ്റി പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് സഹായകമാണെങ്കിലും ക്ലാസ് മുറിക്കകത്തും പുറത്തും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒട്ടനവധി സ്റ്റീരിയോടൈപ്പുകൾ ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ശാസ്ത്രം, സാങ്കേതികത, എഞ്ചിനീയറിംഗ്, കണക്ക് പോലുള്ള വിഷയങ്ങളിൽ ആൺകുട്ടികളാണ് മികച്ചതെന്നും ആർട്സ് പോലുള്ള വിഷയങ്ങളിലായിരിക്കും പെൺകുട്ടികൾ മികച്ചു നിൽക്കുക തുടങ്ങിയ ചിന്താഗതികൾക്ക് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല. കാലങ്ങളായി സമൂഹത്തിന്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയ ലിംഗ അസമത്വം ഇല്ലാതാക്കാന് സ്കൂൾ തലം മുതൽ വ്യവസ്ഥാപിത മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. വീട്ടിലെ സാമ്പത്തിക ബാധ്യത മുഴുവൻ നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം പുരുഷന്മാർക്കും കുടുംബത്തെയും കുട്ടികളെയും പരിപാലിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സ്ത്രീകൾക്കും കൊടുക്കുന്ന സാമൂഹിക കാഴ്ചപ്പാട് ഇന്നും മാറാതെ നിലനിൽക്കുന്നു. ഇത് കണ്ട് വളരുന്ന നമ്മുടെ കുട്ടികൾ ഭാവിയിൽ ഇതേ ചിന്താഗതി പിന്തുടരാനായിരിക്കും ശ്രമിക്കുക. സഹോദരിയെ വിവാഹം കഴിപ്പിച്ച് അയക്കാന് പണം കണ്ടെത്താന് സാധിക്കാതെ യുവാവ് ആത്മഹത്യ ചെയ്തത് ആരും മറന്നിട്ടുണ്ടാവില്ല. സ്കൂള് കാലത്തെ ശരിയായ ലിംഗസമത്വ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നെങ്കിൽ ഇത്തരം സംഗതികൾ നടക്കില്ലായിരുന്നു. ലിംഗ അസമത്വമെന്ന കാലഹരണപ്പെടേണ്ട ചിന്താഗതി ഇല്ലാതാക്കാന് ലിംഗസമത്വ സ്കൂളുകൾ എന്ന ആശയം മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. ശരിയായ ലിംഗസമത്വ പാഠങ്ങൾ സ്കൂളുകളിൽ നൽകുന്നുണ്ടെന്ന് ഉറപ്പിക്കുകയും വേണം. പതിയെ അവ വീടുകളിലെത്തിക്കോളും.